ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു അടിപൊളി കിടിലൻ ടേസ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാങ്ങ ചമ്മന്തിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എത്ര വലുപ്പത്തിലുള്ളൊരു ഉപ്പുമാങ്ങയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ചെറിയ ഉപ്പുമാങ്ങയല്ല കേട്ടോ, അത് കുറച്ച് വലുതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പോളം നാളികേരം ചിരകിയത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 5 ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് കാന്താരി മുളകാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കാന്താരി മുളക് ഉണ്ടെങ്കിൽ എരിവിനനുസരിച്ചിട്ട് അത് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ സാധാ എരിവുള്ള മുളക് എടുത്താലും മതി. അപ്പോൾ അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പുമാങ്ങയിൽ നല്ല ഉപ്പുള്ളതുകൊണ്ട് പിന്നെ ഇതിൽ വേറെ ഉപ്പിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതിനുശേഷം പിന്നെ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കാതെ നന്നായി അരഞ്ഞു പോവാതെ ഒന്ന് കറക്കിയെടുക്കാം. ഇപ്പോൾ ഞാനിതെല്ലാം കൂടി നന്നായി ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കറക്കി വിട്ട് കൊടുക്കുക. അങ്ങനെ മാത്രം ഒന്ന് ചെയ്ത് കൊടുക്കുക. ഈ വെളിച്ചെണ്ണ എല്ലാം നന്നായി ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൽ. അപ്പോൾ ഉപ്പുമാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. സാധാരണ ഞാൻ ക്യാമറയുടെ മുന്നിൽ അപ്പം തന്നെ സൗണ്ട് കൊടുക്കാറില്ല. ഞാൻ പിന്നീടാണ് വീഡിയോയ്ക്ക് സൗണ്ട് കൊടുക്കാറ്. പക്ഷേ ഇത് കണ്ടിട്ട് എനിക്കിപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് ആ ഒരു അഭിപ്രായം നിങ്ങളോട് ഇപ്പോൾ തന്നെ പറയണമെന്ന് തോന്നുകയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ചമ്മന്തി സാധാരണ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇതിൻ്റെ ഒരു മണം വരുമ്പോൾ എനിക്ക് കഴിച്ച് നോക്കാൻ തോന്നിയിട്ട് വയ്യ. ഞാൻ കുറച്ച് കഴിച്ച് നോക്കുകയാണേ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ ആ കാന്താരി മുളകിൻ്റെയും ആ ഒരു ഉപ്പുമാങ്ങയുടെ ഒക്കെ ടേസ്റ്റ് അടിപൊളി. നല്ല എരിവൊക്കെ ഉണ്ട്. നമുക്കൊരു കിണ്ണം ചൂട് ചോറ് കിട്ടിക്കഴിഞ്ഞാൽ അത് കാലിയാവണ വഴിയറിയില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഉപ്പുമാങ്ങ കിട്ടുകയാണെങ്കിൽ ഒപ്പം കാന്താരി മുളക് ഇട്ടിട്ട് ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് മാത്രം മതി നമുക്ക് ചോറിനാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ ഒന്നും കൂടി ടേസ്റ്റ് ചെയ്യട്ടെ കേട്ടോ, നല്ല രസമുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.